ഇന്ന് നമ്മുടെ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സിന്റെ രണ്ടാമത്തെ ക്ലാസ് ആണ് ഇന്ന് നമുക്ക് ഉള്ളത്. അപ്പൊ നിങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിൽ ശ്രദ്ധിച്ചു കേട്ടു, കുറെ പേര് അത് കണ്ടു. അപ്പൊ ഇതാണ് ഇനി ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നതെങ്കിൽ ഇത് നമ്മുടെ പാഠം 2 ആണ്. ലെസൺ 1 കഴിഞ്ഞ ദിവസം ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, നിങ്ങളത് കണ്ടു നോക്കണം കേട്ടോ. അപ്പൊ കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു എന്താണ്, ആയിരുന്നു ആയിരുന്നില്ല എന്ന് പറഞ്ഞു അല്ലെ. ആയിരുന്നില്ല എന്ന് പറയാൻ വാസ് നോട്ട് ആണ് ഉപയോഗിക്കേണ്ടത്. പിന്നെ അതേപോലെ എംപ്ലോയി എന്നാണ് നിങ്ങൾ ഉപയോഗിച്ചതല്ല. എംപ്ലോയി എന്ന് ഉപയോഗിക്കുമ്പോൾ ഇ എന്ന ലെറ്റർ ആണ് അവിടെ വന്നിരിക്കുന്നത്. സോ നമ്മൾ എന്താണ് ആർട്ടിക്കിൾ ഉപയോഗിക്കേണ്ടത്? എ അല്ല, ആനാണ് ഉപയോഗിക്കേണ്ടത്. ആർട്ടിക്കിളിന്റെ ക്ലാസ് ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി ക്ലിയർ ആയിട്ട് വേണമെന്നുള്ളവരുണ്ട് എങ്കിൽ നമുക്ക് കമന്റ് ബോക്സിൽ പറയാം കേട്ടോ. ഇ എന്ന അക്ഷരമാണ് അവിടെ വന്നത്, എംപ്ലോയി അല്ലേ. അപ്പൊ നമ്മൾ അവിടെ ആർട്ടിക്കിൾ ആനാണ് ചേർക്കേണ്ടത്. അപ്പൊ ഇന്ന് നമ്മൾ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സിന്റെ രണ്ടാമത്തെ ക്ലാസ് ആണ്. നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കുക, നിങ്ങളുടെ ബുക്ക് എടുക്കുക, നോട്ടിൽ നിങ്ങൾ എഴുതി വെക്കുക. റൈറ്റ്, നമ്മൾ പഠിച്ചു വാസും വേറും ഉപയോഗിക്കുന്നത്. വാസ് എന്ന് പറഞ്ഞാൽ ഐ, ഹി, ഷി, ഇറ്റ് എന്ന സബ്ജക്റ്റിന്റെ കൂടെയും വേർ ഉപയോഗിക്കുന്നത് യു, വി, ദേ എന്ന സബ്ജക്റ്റിന്റെ കൂടെയുമാണ് നമ്മൾ പഠിച്ചു. വാസിന്റെയും ഈ രണ്ടിന്റെയും അർത്ഥം ആയിരുന്നു എന്നാണെന്നാണ് നമ്മൾ പഠിച്ചത് അല്ലെ. ആയിരുന്നു. അപ്പൊ നിങ്ങൾ തന്നെ പറയൂ, അവൾ നേഴ്സ് ആയിരുന്നു. എങ്ങനെ എഴുതാം? ഷീ വാസ് എ നേഴ്സ്. അവള് നേഴ്സ് ആയിരുന്നു. കാരണം അവൾ എന്ന് പറയാൻ ഷീ, ആയിരുന്നു എന്ന് പറയാൻ വാസ് എ നേഴ്സ്. അവൾ ഒരു നേഴ്സ് ആയിരുന്നു. അവർ പഠിക്കുകയായിരുന്നു. അപ്പൊ എന്താ പറയുക? അവർ എന്ന് പറയാൻ ദേയുടെ കൂടെ നമുക്ക് എന്താ വേണ്ടത്? വെയർ. They were study. ഇങ്ങനെ എഴുതി നിങ്ങൾ അവസാനിപ്പിക്കരുത്. നമ്മൾ വാസും വേറും ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് വാസും അല്ലെങ്കിൽ നമ്മൾ വേറോ ഇതിലേതെങ്കിലും ഒന്നാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഇതിന്റെ കൂടെ വേർബാണ് വരുന്നതെങ്കിൽ ഈ വേർബ് ഏത് ഫോമിൽ നിൽക്കണം? ING ഫോമിൽ വേണം നിൽക്കാൻ. ഇത് നിങ്ങൾ നിങ്ങളുടെ ബുക്കിൽ എഴുതി വെച്ചോളൂ. വാസും വേറും വന്നാൽ ഇതൊക്കെ നിങ്ങൾ കേൾക്കുമ്പോൾ ഓർക്കും അറിയാമെന്ന്. പക്ഷെ എൻ്റെ ക്ലാസ്സുകളിൽ വരുന്ന പലരും തെറ്റിക്കുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ കേട്ടോ. വാസും വേറും വന്നാൽ വേർബ് ING ഫോമിലാണ് എഴുതേണ്ടത്. വേർബാണ് കേട്ടോ. ഇവിടെ നമ്മൾ നേഴ്സ് എന്നാണ് പറഞ്ഞത്. നേഴ്സ് ഒരു വേർബ് അല്ല. അതുകൊണ്ടാണ് നമ്മൾ നേഴ്സ് എന്ന് എഴുതി അവസാനിപ്പിച്ചത്. പക്ഷെ എന്താണ്? വേർബാണ് വരുന്നതെങ്കിൽ they were studying. സ്റ്റഡിയിങ് എന്നാണ് എഴുതേണ്ടത്. ഇനി ഓക്കെ, അപ്പൊ നമ്മൾ അടുത്തത് ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട്. ഇത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തതാണ്. ഒരു റിവിഷൻ എന്ന പോലെ നിങ്ങൾ കേൾക്കുക. അവൾ പാടുകയാണ്. എങ്ങനെ പറയാ? ആണ് എന്ന് പറയാൻ നമുക്ക് ഏതൊക്കെയാണ് ഇംഗ്ലീഷിൽ ഉപയോഗിക്കേണ്ടത്? ഈസ്, ആം, ആർ. ഇതാണ് ആണ് എന്ന് പറയാൻ ഉപയോഗിക്കേണ്ടത്. അപ്പൊ അവൾ, ഷീ ഈസ് പാടുകയാണ്, സിംഗിങ് അല്ലെ. ഇവിടെ നിങ്ങൾ കണ്ടല്ലോ, ഷീ ഈസ് സിംഗ് എന്നല്ല നമ്മൾ എഴുതിയേക്കുന്നത്, ഷീ ഈസ് സിംഗിങ്. അവൾ പാടുകയായിരുന്നു. അപ്പൊ ഇനി എങ്ങനെ പറയാം? ഷീ ആയിരുന്നു, വാസ് സിംഗിങ്. ഇപ്പൊ പാടുവാണോ എന്ന് പറഞ്ഞാൽ അല്ല. ഷീ ഈസ് സിംഗിങ് എന്ന് പറഞ്ഞാൽ അവൾ ഇപ്പൊ പാടുകയാണെന്നാണ് അർത്ഥം. ഷീ വാസ് സിംഗിങ് എന്ന് പറഞ്ഞാൽ നേരത്തെ കണ്ടിന്യൂസ് ആയിട്ട് പാടുമായിരുന്നു, എപ്പോഴോ പാടുമായിരുന്നു എന്നാണ് അർത്ഥം വരിക. ഞങ്ങൾ വായിക്കുകയാണ്. ഇനി എങ്ങനെ എഴുതാം? നമ്മൾ പഠിച്ചു കഴിഞ്ഞ കാര്യമാണ്. അതുകൊണ്ട് നിങ്ങൾ ഇപ്പോൾ തന്നെ നമ്മുടെ കമന്റ് ബോക്സിൽ കൊടുത്തോളൂ, ഞങ്ങൾ വായിക്കുകയാണ് എന്നുള്ളത്. നമ്മളിപ്പോ കഴിഞ്ഞ ക്ലാസ്സുകളിൽ ഉള്ളതൊക്കെ റിവിഷൻ ചെയ്ത് കഴിഞ്ഞു. ഇനി നിങ്ങൾക്ക് അതിൽ സംശയമില്ല. അപ്പൊ ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് ഡിഡ് ആണ്. ഈ ഒരു ടോപ്പിക്ക് എന്നോട് കമന്റ് ബോക്സിൽ ഒരാൾ ചോദിച്ചതും കൂടിയാണ്. അപ്പോൾ ഡിഡ് ആണ് ഇന്നത്തെ ടോപ്പിക്ക്. ഡിഡ് എന്ന് പറയുന്നത് നമ്മൾ പാസ്റ്റ് ടെൻസിൽ ഉപയോഗിക്കുന്നതാണ്. ഡിഡ് എവിടെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്? പാസ്റ്റ് ടെൻസിൽ. പാസ്റ്റ് ടെൻസിൽ എന്താ? കഴിഞ്ഞ കാര്യങ്ങൾ പറയാനാണ് നമ്മൾ പാസ്റ്റ് ടെൻസ് ഉപയോഗിക്കുന്നത്. എന്തിനാണ് ഉപയോഗിക്കുന്നത്? കഴിഞ്ഞ, നിങ്ങളുടെ നോട്ട് ബുക്ക് ഉണ്ടെന്ന് വിചാരിക്കുകയാണ്, നിങ്ങൾ എഴുതി തുടങ്ങിക്കോളൂ. കഴിഞ്ഞ കാര്യങ്ങൾ പറയാനാണ് നമ്മൾ ഡിഡ് ഉപയോഗിക്കുന്നത്. അപ്പോ ഞാൻ പറഞ്ഞു ഡിഡ് എന്ന് പറയുന്നത് പാസ്റ്റ് ആണ്. നമ്മൾ ചെയ്ത് കഴിഞ്ഞ കാര്യമാണ് പറയുന്നത്. അപ്പോ ഞാൻ വാങ്ങി എന്നാണ് ഇവിടെ എഴുതിയേക്കുന്നത് അല്ലെ. അപ്പൊ നമുക്ക് ഒരു കാര്യം കൂടെ ഞാൻ അതിനു മുമ്പേ പറയട്ടെ. ഈ ഡിഡ് എന്ന് പറയുന്ന സബ്ജക്റ്റ് എല്ലാവരുടെയും കൂടെ നിൽക്കും. ഐയുടെ കൂടെയും യുവിന്റെ കൂടെയും വിയുടെ കൂടെയും ദേയുടെ കൂടെയും ഏത്
പിന്നെ ഹീ, ഷീ, ഇറ്റ്, ഈ ആരുടെ കൂടെ വേണമെങ്കിലും ഡിഡ് നിൽക്കും. അല്ലാണ്ട് നമ്മൾ ഇത്രയും നേരവും പഠിച്ചു ഐയുടെ കൂടെ ആമ മാത്രമേ നിൽക്കുള്ളൂ, അല്ലെങ്കിൽ വാസ് ഇവരുടെ കൂടെ മാത്രമേ ഉള്ളൂ, വേർ, അങ്ങനെയൊക്കെ നമ്മൾ പഠിച്ചു. പക്ഷെ ഡിഡിന് അങ്ങനത്തെ ഒരു തിരിച്ചു വ്യത്യാസമില്ല. ഡിഡ് എല്ലാ സബ്ജക്റ്റിന്റെ കൂടെയും നിൽക്കും, കഴിഞ്ഞ കാര്യം. അപ്പോ ഞാൻ വാങ്ങി എന്ന് നമുക്ക് പറയണം. അപ്പൊ ഞാൻ എന്ന് പറയാൻ എന്താ നമുക്ക് വേണ്ടത്? ഐ ആണ് വേണ്ടത്. വാങ്ങി, ഞാൻ പറഞ്ഞു വാങ്ങി എന്ന് പറഞ്ഞാൽ നമ്മളൊരു സാധനം വാങ്ങിച്ചുകൊണ്ട് വന്നു, കഴിഞ്ഞ കാര്യമാണ് പറയേണ്ടത്. അപ്പൊ നമുക്ക് എങ്ങനെ വേണം? ബോട്ട്, ബൈ അല്ല, ബൈ എന്ന് പറയുന്നതാണ് വാങ്ങിക എന്ന് പറയുന്നത് ബൈ. ബൈയുടെ V2 ആണ് ബോട്ട്. അപ്പൊ നമുക്കറിയാം കഴിഞ്ഞ കാര്യം പറയണമെങ്കിൽ നമുക്ക് എന്ത് വേണം? V2 വേണം. അപ്പോ ഐ ബോട്ട് എന്ന് പറഞ്ഞാൽ ഞാൻ വാങ്ങി അല്ലെങ്കിൽ ഞാൻ വാങ്ങിച്ചു എന്ന് അർത്ഥം വരും. ഞാൻ വാങ്ങിച്ചു, ഐ ബോട്ട്, അല്ലെങ്കിൽ ഐ വാങ്ങി, ഞാൻ വാങ്ങി, ഐ ബോട്ട്. അപ്പൊ ഐ ബൈ എന്ന് നമുക്ക് പറയത്തില്ല. എന്താ ഉപയോഗിക്കാവുള്ളൂ? V2 ഫോം ആണ് നമ്മൾ കഴിഞ്ഞ കാര്യത്തിന് വേണ്ടി ഉപയോഗിക്കുന്നത്. ഐ ബോട്ട്. ഇവിടെ നിങ്ങൾ നോക്കൂ, അവർ എഴുതി. അവരെന്ന് പറയാൻ നമുക്ക് എന്ത് വേണം? ദേ വേണം. എഴുതി എന്ന് പറയാൻ നമുക്ക് റൈറ്റ് എഴുതത്തില്ലല്ലോ, കാരണം ഇത് ഞാൻ പറഞ്ഞു എഴുതി കഴിഞ്ഞു അല്ലെ, അവർ എഴുതി. അപ്പൊ നമുക്ക് അതിന്റെ എന്ത് വേണം? V2 വേണം. റൈറ്റിന്റെ V2 എന്താണ്? റോട്ട്. അപ്പോ ദേ റോട്ട്. മനസ്സിലായല്ലോ നിങ്ങൾക്ക്? ഞങ്ങൾ കണ്ടു. ഞങ്ങൾ എന്ന് പറയാൻ വി. അപ്പൊ സി എന്ന് ഞാൻ എഴുതി, വി സി. ശരിയായോ? ശരിയായില്ല. നമ്മളിത് V2 ഫോമിൽ വേണം, കാരണം കണ്ട് കഴിഞ്ഞ കാര്യമാണ് നമ്മൾ എന്തെങ്കിലും ഒരു സാധനം സി ആണ് V2 അല്ല V1, അതിന്റെ V2 എന്ന് പറയുന്നത് സി കഴിഞ്ഞാൽ സോ. വി സോ, ഞങ്ങൾ കണ്ടു. ഇനി എന്തിനാണ് ഡിഡ് ഉപയോഗിക്കുന്നത് എന്നൊരു ചോദ്യം നിങ്ങളുടെ മനസ്സിൽ ഇപ്പൊ വന്നു. ഇവിടെ ഞാൻ ഇപ്പൊ പറഞ്ഞു ഐ ബോട്ട്, ഞാൻ വാങ്ങി എന്നാണ്. പക്ഷെ പലർക്കും അറിയില്ല ബൈയുടെ V2 ബോട്ട് എന്നാണ്. സാധാരണക്കാരായിട്ടുള്ള അധികമൊന്നും ഇംഗ്ലീഷ് അറിയത്തില്ലാത്തവർക്കൊന്നും അറിയില്ല ബൈയുടെ V2 ബോട്ട് ആണ് എന്ന്. അപ്പോ നമുക്ക് എങ്ങനെ പറയാം? ഐ ഡിഡ് ബൈ. മനസ്സിലായോ നിങ്ങൾക്ക്? ഐ കൊടുത്തു, ഞാൻ. നമുക്കിപ്പോ ബോട്ട് അറിയത്തില്ല, നമുക്ക് എങ്ങനെയാണ് V2 ബൈ വാങ്ങിക്കുക, വാങ്ങിച്ചു എന്നുള്ളതിന്റെ V2 അറിയില്ല. സോ നമ്മൾ ഉപയോഗിച്ചു ഡിഡ് ബൈ. ഇവിടെ എന്താ നമ്മൾ കൊടുത്തത്? V1 ആണ് നമ്മൾ കൊടുത്തത്. പക്ഷെ നമ്മൾ ഇവിടെ എന്ത് കൊടുത്തു? ഡിഡ് കൊടുത്തു. അർത്ഥത്തിന് എന്തെങ്കിലും മാറ്റമുണ്ടോ? ഒരു മാറ്റവും ഇല്ല. പക്ഷെ എന്താണെന്ന് വെച്ചാൽ ഞാൻ വാങ്ങി എന്നുള്ളൊരു ഉറപ്പോട് കൂടി പറയുന്നു എന്നുള്ളൊരു വ്യത്യാസമേ ഉള്ളൂ. പക്ഷെ അർത്ഥത്തിന് യാതൊരു വ്യത്യാസവും ഇല്ല. ഐ ഡിഡ് ബൈ എന്ന് പറഞ്ഞാൽ ഞാൻ വാങ്ങിച്ചു, ഞാൻ വാങ്ങി എന്നാണ്. പക്ഷേ നിങ്ങൾ ഒരിക്കലും ഐ ഡിഡ് ബോട്ട് എന്ന് പറയരുത്. കാരണം ഡിഡ് എന്ന് പറയുന്നത് ഒരു പാസ്റ്റ് ആണ്, ഒരു പാസ്റ്റ് ടെൻസ് ആണ്. ഡിഡ് ഡൂവിന്റെ പാസ്റ്റ് ആണ് ഡിഡ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ഇനി ഇവിടെ ഒരു പാസ്റ്റ് വന്നു കഴിഞ്ഞു അല്ലെ, ഈ ഡിഡ് എന്ന് പറയുന്ന ഒരു പാസ്റ്റ് വന്നു കഴിഞ്ഞു. അതുകൊണ്ട് ഇനി നമുക്ക് ഇവിടെ ഒരു പാസ്റ്റ് വേണ്ട. നമ്മളിവിടെ ഈ വേർബിനെ നമ്മൾ എന്താക്കി കൊടുത്തു? V1 ഫോമിൽ കൊടുത്തു. ഡിഡിന്റെ ഉപയോഗം നിങ്ങൾക്ക് പിടുത്തം കിട്ടിയോ? അടുത്തത് ദേ റോട്ട് എന്നാണ് ഞാൻ ഇവിടെ എഴുതിയേക്കുന്നത്. നമുക്ക് ആർക്കും അറിയില്ല റൈറ്റിന്റെ V2 റോട്ടാണെന്ന് നമുക്കറിയില്ല. അപ്പോൾ എനിക്ക് കൂടുതൽ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് കൂടുതലും തന്നെ സാധാരണ ആൾക്കാരാണ്, അറിയില്ല. അതിപ്പോ ആരുടെയും കുറ്റമല്ല, നമുക്ക് അറിയില്ല. അപ്പൊ നമ്മൾ എന്ത് പറഞ്ഞാൽ മാത്രം മതി? ദേ ഡിഡ് റൈറ്റ്. ദേ ഡിഡ് റോട്ട് എന്നല്ല പറയേണ്ടത്. എന്തെന്നാണ് പറയേണ്ടത്? ദേ ഡിഡ് റൈറ്റ്. V1 ഫോമിലാണ് നമ്മൾ പറയേണ്ടത്. ഇനി ഞങ്ങൾ കണ്ടു, നമ്മൾ എഴുതി വി സോ എന്ന് എഴുതി. ഇനി ഇതൊന്ന് ഡിഡ് ചേർത്തിട്ട് നിങ്ങൾ പറഞ്ഞേ. ശരിയായി. എങ്ങനെ പറയണം? വി ഡിഡ് സോ. ഇങ്ങനെയാണ് കുറച്ചു പേര് പറഞ്ഞത് അല്ലെ? വി ഡിഡ് സോ എന്നല്ലേ കുറച്ചു പേര് പറഞ്ഞത്? അങ്ങനെയല്ല. എങ്ങനെയാ? തെറ്റിയോർക്കൊന്ന് പറഞ്ഞു കൊടുത്തേ. വി ഡിഡ് സി എന്നാണ് നമുക്ക് വേണ്ടത്. സോയല്ല, വി ഡിഡ് സി. അപ്പൊ നിങ്ങൾക്ക് ക്ലിയർ ആയല്ലോ? ഡിഡിന്റെ ഈ ഒരു ഉപയോഗം ക്ലിയർ ആയല്ലോ? അപ്പൊ എന്നോട് ഒരു ആള് കമന്റ് ബോക്സ് ചോദിച്ചത് ഇതല്ല, ഇതിന്റെ ക്വസ്റ്റ്യൻ വരുന്ന രീതിയാണ് ചോദിച്ചത്. ഇപ്പൊ നിങ്ങൾ ഇത് മനസ്സിലാക്കുക, ഇതെങ്ങനെയാണ് ക്വസ്റ്റ്യനകത്ത് വരുന്നതെന്നുള്ള ആ രീതി നിങ്ങൾക്ക് പറഞ്ഞുതരാം. അപ്പൊ ഇതെങ്ങനെയാണെന്ന് നിങ്ങൾക്ക് ക്ലിയർ ആയോ? ഞാൻ ഒന്നും കൂടി ഈ ബോർഡിൽ ഒന്ന് എഴുതി കാണിച്ചു തരാം. അപ്പൊ നിങ്ങൾ നോക്കൂ,
ഞങ്ങൾ ഇന്നലെ വന്നു. ഇനി നിങ്ങൾ മനസ്സിൽ എഴുതിയിട്ട് വേണം ഞാൻ ഇവിടെ എഴുതാൻ. ഞങ്ങൾ ഇന്നലെ വന്നു. നിങ്ങൾ വേഗം നിങ്ങളുടെ ബുക്കിൽ എഴുതൂ. എഴുതിയില്ലേ? എങ്ങനെയാണ് ഞങ്ങൾ എന്ന് പറയാൻ വി അല്ലെ? ഇനി നിങ്ങൾക്ക് ചിലവർക്ക് സെന്റൻസ് ഉണ്ടാക്കാൻ നമ്മുടെ ബേസിക് ആയിട്ടുള്ളവർക്ക് അറിയില്ല. അപ്പൊ നിങ്ങൾ നോക്കേണ്ടത് എന്താണ്? ഇതിന്റെ അവസാന ഭാഗം നോക്കുക. നമ്മൾ ആദ്യം ഈ മലയാള സെന്റൻസിന്റെ ആദ്യ ഭാഗം എഴുതി. ഇനി അവസാന ഭാഗം വന്നു എന്നാണ് നമുക്ക് വേണ്ടത്. വന്നു എന്ന് പറയാൻ എന്താ? വരിക, കം, വി ടു കെയിം, അഗെയിൻ കം. അപ്പൊ നമ്മൾ എങ്ങനെ എഴുതണം? വി കം എന്നാണോ എഴുതേണ്ടത്? ഇന്നലത്തെ കാര്യമാണ് പറഞ്ഞത് അല്ലെ? വി കെയിം ഇന്നലെ, യെസ്റ്റർഡേ. വി കെയിം യെസ്റ്റർഡേ. ഇന്നലെ ഞങ്ങൾ വന്നു. വി കെയിം യെസ്റ്റർഡേ. ഇന്നലെ വന്നു. ഇനി നിങ്ങൾക്കിപ്പോ ഇതിന്റെ വി ടു അറിയില്ല. കം എന്ന് മാത്രമേ നിങ്ങൾക്ക് അറിയത്തുള്ളൂ. കെയിം ആണെന്ന് അറിയില്ല. അപ്പോൾ നിങ്ങൾ എങ്ങനെ എഴുതും? വേഗം നിങ്ങളുടെ നോട്ട് ബുക്കിൽ എഴുതിക്കോളൂ. എങ്ങനെ എഴുതും? എഴുതിയോ? എല്ലാവരും എഴുതി. ഇനി ഞാൻ എഴുതാം. എങ്ങനെയാണ്? ഞങ്ങൾ വി. നമുക്കിത് അറിയത്തില്ലേ? കെയിം എന്താണെന്ന് നമുക്കറിയില്ല. നമ്മൾ എന്തെഴുതുകയാണ്? അതുകൊണ്ട് കഴിഞ്ഞ കാര്യമാണെന്നറിയാം. നമ്മളിവിടെ ഡിഡ് കൊടുക്കുകയാണ്. വി ഡിഡ് കം യെസ്റ്റർഡേ. ഞങ്ങൾ ഇന്നലെ വന്നു. ഇനി അവൾ കഴിഞ്ഞ ആഴ്ച പോയി. പെട്ടെന്ന് എഴുതിക്കോളൂ നിങ്ങളുടെ നോട്ട് ബുക്കിൽ. എഴുതിയോ? അവൾ, ഷീ. കഴിഞ്ഞ ആഴ്ച പോയി. നമുക്ക് കഴിഞ്ഞ ആഴ്ച അല്ലല്ലോ എഴുതണ്ടേ? സെന്റൻസിന്റെ അവസാന ഭാഗത്തോട്ട് പോകണം. പോയി എനിക്കറിയത്തില്ല. പോവുക എന്ന് എനിക്ക് ഗോയാന്നറിയാം, അല്ലെങ്കിൽ ലീവ് ഒക്കെ ആണെന്നറിയാം. എനിക്ക് വി ടു അറിയില്ല കേട്ടോ. അപ്പൊ ഞാൻ എഴുതുകയാണ് ഷീ ഡിഡ് ഗോ ലാസ്റ്റ് വീക്ക്. ഷീ ഡിഡ് ഗോ ലാസ്റ്റ് വീക്ക്. പോവുക എന്ന് പറയേണ്ടത് മാത്രമേ എനിക്കറിയുള്ളൂ. പോയി എന്നുള്ളത് എനിക്കറിയില്ല അല്ലെ? അപ്പൊ ഞാൻ എഴുതി ഷീ ഡിഡ് ഗോ ലാസ്റ്റ് വീക്ക്. ഇതിന്റെ എന്താണ് നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ എഴുതി വെച്ചു. ഗോ, വെന്റ്, ഗോൺ. ഇതാണ് ഗോയാണ്. വി ടു വെന്റ് ആണ്. വി ത്രീ ഗോൺ ആണ്. നമുക്കിപ്പോ വെന്റ് അറിയത്തില്ല കേട്ടോ. അതുകൊണ്ട് നമ്മൾ എന്തെഴുതി? ഗോ എഴുതി. കുറച്ച് പേര് ലീവ്, ലെഫ്റ്റ് ഒക്കെ എഴുതിയിട്ടുണ്ടാവും. കുഴപ്പമില്ല കേട്ടോ. ഷീ ഡിഡ് ഗോ ലാസ്റ്റ് വീക്ക്. അവള് കഴിഞ്ഞ ആഴ്ച പോയി. എന്തിന് ഡിഡ് ഉപയോഗിക്കുന്നത് മനസ്സിലായല്ലോ? അടുത്തത്, മേരി നന്നായി കളിച്ചു. മേരി നന്നായിട്ട് കളിച്ചു. എങ്ങനെ എഴുതും? മേരി, MARY. എൻ്റെ മോളുടെ പേരാണ് കേട്ടോ മേരി. മേരി എന്നാണ് എൻ്റെ രണ്ടാമത്തെ മോളുടെ പേര്. മേരി നന്നായി കളിച്ചു. അപ്പൊ നമുക്കിനി നന്നായി എന്നാണോ ഇനി എഴുതേണ്ടത്? അല്ല, ഞാൻ പറഞ്ഞു തന്നു അവസാനത്തോട്ട് പോണം. മേരി, എനിക്കറിയില്ല കേട്ടോ. കളിക്കുക എന്ന് മാത്രമേ എനിക്കറിയുള്ളൂ. കളിച്ചു എന്ന് പറയാൻ എനിക്കറിയില്ലേ. അതുകൊണ്ട് ഞാൻ എഴുതുകയാണ് മേരി ഡിഡ് പ്ലേ നന്നായി, വെൽ. മേരി ഡിഡ് പ്ലേ വെൽ. നന്നായി കളിച്ചു. ഇനി നിങ്ങൾക്ക് പ്ലേ അറിയാമെങ്കിൽ നിങ്ങൾ എഴുതിക്കോളൂ. പ്ലേ, പ്ലേഡ്, പ്ലേഡ്. ക്ലിയർ ആയോ നിങ്ങൾക്ക്? മേരി ഡിഡ് പ്ലേ വെൽ എന്ന് പറഞ്ഞാലും മേരി പ്ലേഡ് വെൽ എന്ന് പറഞ്ഞാലും എന്താണ് അർത്ഥം? മേരി നന്നായിട്ട് കളിച്ചു എന്നാണ് അർത്ഥം. ക്ലിയർ ആയോ നിങ്ങൾക്ക്? ഡിഡിന്റെ ഉപയോഗം ഇവിടെ ക്ലിയർ ആയോ? ഇനി ആർക്ക് സംശയമില്ലല്ലോ. ഞാൻ വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്. കമന്റ് ബോക്സ് ചോദിച്ചത് ഹൂ ഡിഡ് ആണ് ചോദിച്ചത്. ഞാൻ അതിന്റെ ക്ലാസ് നമുക്ക് നാളെ എടുക്കാം. ഇന്ന് നിങ്ങളുടെ ബുക്കിൽ നിങ്ങൾ ഇത് നന്നായിട്ട് എഴുതി ക്ലിയർ ചെയ്ത് വെക്കുക. കഴിഞ്ഞ ക്ലാസ്സിലെ തെറ്റ് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തന്നു. എന്തായിരുന്നു? എംപ്ലോയി. ഞാനിപ്പോ എഴുതിയാൽ കാണില്ല. എംപ്ലോയി ആണ് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ആർട്ടിക്കിൾ ആനാണ് ഉപയോഗിക്കേണ്ടത്. മനസ്സിലായല്ലോ? അപ്പൊ അതിൽ കുറച്ച് പേര് ഷീ വർക്ക്സ് എന്ന് പറയുന്നതിന് പകരം ഷീ ഈസ് വർക്കിങ്ങും അത് തമ്മിലുള്ള വ്യത്യാസവും കൂടെ നമുക്ക് അടുത്ത ദിവസത്തെ ക്ലാസ്സിൽ പഠിക്കാം കേട്ടോ. അപ്പൊ ഇന്ന് നിങ്ങൾ എന്ത് ചെയ്യണം? നമ്മുടെ കമന്റ് ബോക്സിൽ ഞാൻ കുറച്ച് സെന്റൻസുകൾ കൊടുക്കാം. നിങ്ങൾ അത് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ട് നമ്മുടെ കമന്റ് ബോക്സിൽ കൊടുക്കൂ. ഞാൻ ഇതേപോലെ തന്നെ നിങ്ങൾക്ക് തിരുത്തി തരാം കേട്ടോ.
അപ്പോൾ അത് കാര്യം നമ്മുടെ കൂടെ ഇപ്പൊ കുറേ സബ്സ്ക്രൈബേഴ്സ് കൂടിയിട്ടുണ്ട്. അപ്പൊ കുറേ പേർക്ക് അറിയില്ല. പലരും എന്നെ വിളിച്ച് ചോദിക്കുന്നുണ്ട് പ്ലേലിസ്റ്റ് എങ്ങനെയാണ്, ഞങ്ങൾക്ക് മനസ്സിലാവുന്നില്ല എന്നൊക്കെ ഉള്ളത്. അപ്പൊ നിങ്ങൾ ഇത് കേട്ട് തുടങ്ങിക്കോളൂ. ടെൻസ് നിങ്ങൾ നന്നായിട്ട് പഠിക്കണം. ടെൻസ് പഠിച്ചിട്ട് വേണം ഇത് നിങ്ങൾ പഠിക്കാൻ. അതിന്റെ ചെറിയ രൂപങ്ങൾ പോലെയാണ് ഞാൻ ഓരോരോ ഭാഗങ്ങളായിട്ട് എടുത്തു തരുന്നത്. നിങ്ങളുടെ നോട്ട് ബുക്കിൽ നിങ്ങൾ എഴുതി വെക്കുക കേട്ടോ. മറ്റൊന്ന്, ജൂലൈ 20-ാം തീയതി മുതൽ നമ്മൾ ഇതേപോലെ ചെറിയ 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 കാര്യങ്ങളൊക്കെ പഠിച്ച് ഇംഗ്ലീഷ് ലേൺ ചെയ്യാൻ പോകുന്ന ക്ലാസ് തുടങ്ങിയാണ്. സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്. എന്റെ നമ്പർ കൊടുത്തിട്ടുണ്ട്. താല്പര്യമുള്ളവർക്ക് എന്നെ വിളിക്കാവുന്നതാണ് കേട്ടോ. അപ്പൊ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. എല്ലാവരും സന്തോഷത്തോടെയൊക്കെ ഇരിക്കുക. അപ്പോൾ അടുത്ത ദിവസം നമുക്ക് വീണ്ടും കാണാം.